ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 28. ഒരു ബബൂൺ, ഒരു കഴുത, പിന്നെ ഞാനും. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. സംഖ്യാപുസ്തകം 22 അധ്യായം 28 ട്രെയിനുകൾ ശരിയായ പാതയിലെത്തിക്കാൻ ജാക്കിനുള്ള കഴിവ് മികവുറ്റതായിരുന്നു. 9 വർഷത്തെ ജോലിയിൽ ദക്ഷിണാഫ്രിക്കയിലെ യൂറ്റൻ ഹേഗിന് സമീപം ലോക്കോമോട്ടീവുകൾ എത്തുമ്പോൾ ഒരിക്കൽ പോലും ട്രാക്ക് സ്വിച്ച് മാറ്റുന്നതിൽ അവൻ പരാജയപ്പെട്ടിട്ടില്ല. അത് പോകേണ്ട ദിശയ്ക്കുള്ള വിസിൽ ശബ്ദം കേട്ട ഉടനെ അവൻ അവരുടെ ട്രാക്ക് കൃത്യമായി മാറ്റുന്നു. ജാക്ക് ഒരു ചാക്മ ബബൂണായിരുന്നു. റെയിൽവേ സിഗ്നൽമാൻ ജെയിംസ് വൈഡ് അവനെ സംരക്ഷിക്കുകയും പിന്നീട് അവൻ ജെയിംസ് വൈഡിനെ പരിചരിക്കുകയും ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനിടയിൽ വീണ് ജെയിംസിന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ജാക്ക് പരിപാലിച്ചു. വീടിന് ചുറ്റുമുള്ള ജോലികളിൽ സഹായിക്കാൻ ജാക്കിനെ അദ്ദേഹം പരിശീലിപ്പിച്ചു. താമസിയാതെ ജോലി സ്ഥലത്തും ജാക്ക് അദ്ദേഹത്തെ സഹായിച്ചു. വന്നു ചേരുന്ന ട്രെയിനുകളുടെ സിഗ്നലുകളോടെ അവയുടെ ട്രാക്കുകൾക്ക് അനുയോജ്യമായ ലിവർ വലിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് ജാക്ക് മനസ്സിലാക്കി. ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ ഒരാളെ സഹായിച്ച മറ്റൊരു മൃഗത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ബിലയാമിന്റെ കഴുത. ഇസ്രായേലിനെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു രാജാവിനെ സേവിക്കുന്ന ഒരു പുറജാതി പ്രവാചകനായിരുന്നു ബിലയാം. ആ രാജാവിനെ സഹായിക്കാൻ ബിലയാം തൻ്റെ കഴുതപ്പുറത്ത് കയറുമ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലയാമിനോട് സംസാരിച്ചു. ദൈവം ബിലയാമിൻ്റെ കണ്ണുകൾ തുറന്നു. ആസന്നമായ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും തൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നതിൽ നിന്ന് അവനെ തടയുകയും ചെയ്തതിൻ്റെ ഭാഗമായിരുന്നു കഴുതയുടെ സംസാരം. ഒരു റെയിൽവേ ബബൂൺ, ഒരു സംസാരിക്കുന്ന കഴുത. ദൈവത്തിന് ഈ അത്ഭുതകരമായ മൃഗങ്ങളെ നല്ല ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെയും എന്നെയും ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും മണ്ടത്തരമല്ല. നാം അവങ്കിലേക്ക് നോക്കുകയും ദൈവത്തിൻ്റെ ശക്തി തേടുകയും ചെയ്യുന്നതിലൂടെ നാം വിചാരിക്കുന്നതിലും കൂടുതൽ നേട്ടം കൊയ്യാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞാൻ അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ വായ് അങ്ങയുടെ ഹൃദയപ്രകാരം ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെയും എന്നെ കേൾക്കുന്ന ഏവരെയും സഹായിക്കണമേ. ആമേൻ.